ചങ്ങായിമാർ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് രണ്ട് വാർത്തകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. ഒന്ന് ഉത്തരേന്ത്യയിൽ നടന്നതും ഒന്ന് നമ്മളെ കേരളത്തിൽ നടന്നതും. ഉത്തരേന്ത്യയിൽ നടന്ന വാർത്ത എനിക്ക് നിങ്ങളെ കാണിക്കാൻ യാതൊരു താല്പര്യമില്ല. കാരണം അത്രമാത്രം വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ഉത്തരേന്ത്യ സംഘികൾക്ക് മതവർഗീയത എത്രമാത്രം തലക്ക് പിടിച്ചിട്ടുണ്ടെന്നും ആരെ ആയാലും എന്തിന്റെ പേരിലായാലും അവരെ ആക്രമിക്കാൻ വേണ്ടി യാതൊരു മടിയില്ല. അതിപ്പോ എവിടെയായാലും ശരി. ഇന്നലെ ഇൻഡിഗോ വിമാനത്തിൽ ഒരു പാവം മുസ്ലിമിനെ ആക്രമിക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നു. അതും ഒരു അന്ധനായ മനുഷ്യനൊന്ന് തൊട്ടു, അതായത് ഫ്ലൈറ്റിൽ ഇരിക്കുന്ന ആ ഒരു സംഖ്യ തൊട്ടു എന്ന കാരണത്താൽ ആ പാവ അന്ധന്റെ മുഖത്ത് ഈ സംഖ്യ അടിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നു. ഇത് എത്രമാത്രം വേദന ഉണ്ടാക്കുന്നറിയാം. ഇവരൊന്നും മനുഷ്യരല്ലേ? മനുഷ്യത്വം എന്ന് പറഞ്ഞ ഒരു സാമാന്യം ഇവരൊന്നും ഇല്ലല്ലോ. ഞാൻ എന്തായാലും ആ വീഡിയോ കാണിച്ചു തരാം. मार क्यों रहे हो? मारा क्यों आपने? अरे उसको बोलोगे ना, आप मारा क्यों उसको? तो प्रॉब्लम होगा, लेकिन हाथ नहीं उठाना चाहिए था आपको. क्यों मारा इसको? हाथ क्यों उठाया? तुझे? हाथ क्यों उठाया? प्रॉब्लम सबको हो रहा है, हाथ नहीं उठाना चाहिए था तुझे. You don't have the right to hit anybody, you understand? Hey, he's getting a panic attack. Just give him some water. ആ പാവത്തിന്റെ കരച്ചിൽ കിട്ടണ, ആ അന്തന്റെ കരച്ചിൽ കിട്ടണ. പക്ഷെ ആ വീഡിയോ എടുത്തത് അയാളോട് തട്ടിക്കേറുന്ന ഒരു ഹിന്ദു ആട്ടാം. അയാൾക്ക് എന്റെ എല്ലാ അഭിനന്ദനവും. അങ്ങനെ വേണം ഹിന്ദുക്കളായാലും. എന്നിട്ട് ആ വേട്ടാവളിന്റെ പേരിൽ കേസെടുത്ത് അവനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ കഴിയില്ല, അവനെ അങ്ങ് ഇറക്കി കൊണ്ടുപോയി. അങ്ങനെ തന്നെ വേണം. ഇപ്പോഴും പ്രതികരിക്കുന്നുണ്ടല്ലോ ആൾക്കാർ, അതിലൊരു സന്തോഷമുണ്ട് കേട്ടോ. ആ പാവൻ ഒരു അന്ധന വരെ തിരിച്ചടിക്കൂലെന്ന് ഉറപ്പുള്ളവരെ മാത്രമേ ഇവർ ആക്രമിക്കൂ. അത് നിങ്ങൾ കണ്ടില്ല? തിരിച്ചടിക്കൂലെന്ന് ഉറപ്പുള്ളവര്, ഒറ്റപ്പെട്ടു പോയവനാ. കൂട്ടത്തോടെ നിൽക്കുന്നതിന്റെ അടുക്ക് പോയി കളിക്കൂല. എടപ്പാളോട്ടം അവിടെ ഓടും. കേരളത്തിലോടിയ എടപ്പാളോട്ടം അവിടെ ഓടുന്ന അവർക്കറിയാം. അത്രമാത്രം നശിച്ച മനസ്സും കൊണ്ടാണ് ഈ സംഘപരിവാർ നടക്കുന്നത്. ആ സംഘപരിവാറിനെ എതിർക്കാൻ വേണ്ടി അതിനകത്ത് ഹിന്ദുക്കൾ തന്നെയാണ് മുന്നിട്ടിറങ്ങേണ്ടത്. കാണുന്നില്ല, ഛത്തീസ്ഗഡിൽ ഒരു തെളിവും ഇല്ലാണ്ട് 2 കന്യാസ്ത്രീമാർ 9 ദിവസമായി ജയിലിലാണ്. NIA കോടതിയിലെത്തി. NIA കോടതിയിൽ എങ്ങനെ ഈ കേസെത്തിന്ന് NIAക്ക് വരെ അറിയില്ല. ഇന്നിനി അവർക്ക് മിക്കവാറും ജാമ്യം കിട്ടും. അത് ആരുടെയും കഴിവുകൊണ്ടല്ല, തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കോടതി ജാമ്യം കൊടുക്കാനാണ് സാധ്യത. പക്ഷെ സംഘപരിവാർ അത് ആഘോഷിക്കും. നമ്മളാണ് അവർക്ക് ജാമ്യം വാങ്ങിക്കൊടുത്തത്. ഉളുപ്പുണ്ടാവോ ഈ സംഘപരിവാറിന്? ഉളുപ്പ് ഒരു തെളിവും ഇല്ലാണ്ട് പാവങ്ങളെ പിടിച്ചോണ്ട് പോയിട്ട് 9 ദിവസം ജയിലിൽ, അതും കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന പോലെ പാർപ്പിച്ചിട്ട് ഇപ്പൊ ജാമ്യം കിട്ടിയപ്പോ തെളിവില്ലാത്തതുകൊണ്ട് കോടതി ജാമ്യം കൊടുക്കുമ്പോൾ അത് നമ്മളെ കഴിവാന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കാൻ വേണ്ടിട്ട് രാജീവ് ചന്ദ്രശേഖരൻ ഡൽഹിയിലെത്തി. ഇനിയിപ്പോ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ കന്യാസിമാരെയും കൂട്ടിയിട്ട് ഓരോ വണ്ടിയിലേക്ക് ഇങ്ങോട്ടേക്ക് വരാൻ നോക്കുക. കന്യാസിമാരെ കൊടുക്കണം, പെട്ടപ്പെട്ടാ കൊടുക്കണം. ചാനലുകളെ മുന്നിൽ കൃത്യമായിട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ കൃത്യമായി പറയണം. ആ ജയിലിന്റെ ഉള്ളിൽ വരെ നിങ്ങൾക്ക് എത്രമാത്രം പീഡനം ഉണ്ടായിരുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ മാധ്യമങ്ങളെ മുന്നിൽ വിളിച്ചു പറയണം. നിങ്ങൾ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തോട് കൃത്യമായ കാര്യങ്ങൾ പറയണം. നിങ്ങൾ എത്രമാത്രം പീഡനം അനുഭവിച്ചെന്ന്. ഈ സംഘപരിവാറിനെ നമ്പാനേ പാടില്ലെന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞേ പറ്റൂ. നിങ്ങളത് വിളിച്ചു പറയുമെന്ന് തന്നെയാണ് എന്റെയൊക്കെ പ്രതീക്ഷ. ഇനി ഈ സംഘപരിവാറിന്റെ കളി ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും തുടങ്ങി. വയനാട് 2 ക്രിസ്ത്യാനികളാണെന്നുള്ള ഒരു കാരണം കൊണ്ട് അവർ ഹൈന്ദവരെ മതം മാറ്റാൻ ശ്രമിച്ചെന്നും പറഞ്ഞിട്ട് സംഘപരിവാറുകാർ രാഖി കെട്ടിട്ടുണ്ട്. കൃത്യമായി ശ്രദ്ധിച്ച് അവരെ കയ്യിലെ രാഖി അവരെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നു, ആക്രമിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആ മൊബൈലിൽ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ആക്രമിക്കാത്തത്. അത് മാത്രമല്ല, ഇത് കേരളമാണ്. ഇവിടെ ഛത്തീസ്ഗഡിലെ പോലെ കളിച്ചു കഴിഞ്ഞാൽ നല്ല കിട്ടും എന്നുള്ള പേടിയുള്ളത് കൊണ്ട് മാത്രമാണ് ആക്രമിക്കാത്തത്. നിങ്ങൾ ആ വീഡിയോ കണ്ടുനോക്കുക. ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. എന്തെങ്കിലും നടത്തുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ അത് ചേട്ടൻ ഞാൻ ചോദിക്കുന്ന ആൻസർ പറഞ്ഞാൽ മതി. ഇല്ല അവിടെ ഈ ആക്ഷൻസ് ഒന്ന് ഉണ്ട്. ഏത് ദൈവത്തിന്റെ പേരിൽ നടത്തുന്നു? യേശുവിന്റെ പേരിൽ. എന്തുകൊണ്ട് ചേട്ടൻ ഹിന്ദു വീടുകളിൽ കയറി ഇനിയും അവൻ കയറി കാലം വിട്ട് അടിയല്ല. അടിയോട് കാര്യമില്ല. അടിച്ചുകൊണ്ട കാര്യം നമ്മൾ ചോദിച്ചോളൂ. ഇനിതാ ഗെയിംസ് ആൻഡ് കിസ് ആരുടെ പേരിലാണ് കിസ് നടക്കുന്നത്? ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇവനെന്താ അറിയാ? നിങ്ങൾ ഏത് ഈ ചോദ്യങ്ങൾ നിങ്ങൾ ഇതിൽ നിന്നാണ് ചോദിക്കുന്നത്? ഹിന്ദുവിന്റെ വീട്ടിൽ കയറിയ ഹിന്ദുവിന്റെ ഒരു വീട്ടിൽ കയറിയ അവന് ബൈബിളിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ച ആൻസർ പറയാനുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ല? ഹിന്ദുവിന്റെ ഒരു വീട്ടിൽ കയറിയ ബൈബിളിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ അവിടെ ആൻസർ ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ കയറുന്നു?
കേട്ടോ. ആ നിങ്ങൾ ചെയ്യുന്നതപ്പം ചേട്ടൻ പറയട്ടെ. ഇത്ര നേരം ചേട്ടൻ ആരൊക്കെ വിളിച്ചല്ലോ, ഇനി ആരെ വിളിക്കാനല്ലേ ചേട്ടനെ ഫോണെടുത്ത് വിളിക്കേണ്ട. ചേട്ടൻ ഇത്ര നേരം വിഷയം ഉണ്ടായ വണ്ടി വിളിച്ച് കത്തിക്കാൻ പോവാ, അല്ലാതെ ലോങ് വീഡിയോ 3 മിനിറ്റോളം ഉണ്ട്. അത് ഫുള്ളായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നില്ല. അവര് വന്ന വണ്ടീന്റെ പേര് ജീസസ് ആണ്. പിന്നെ പെട്ടല്ലോ ജീസസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സംഘപരിവാറിന് ചൊറിച്ചിൽ വരുമല്ലോ. ഇലക്ഷൻ എടുക്കുമ്പോൾ ചൊറിച്ചിൽ വരില്ല. ഇലക്ഷൻ എടുക്കുമ്പോൾ ജീസസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കും. ഞാൻ ചോദിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഹിന്ദു വീടുകളിൽ പോകാൻ പറ്റൂലേ? ഇനിയിപ്പോ ഒരു ജോലിക്ക് വേണ്ടി പോലും ആരെങ്കിലും പോയി കഴിഞ്ഞാൽ നീ ക്രിസ്ത്യാനിയാണോ, നീ മതം മാറ്റാനാണോ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങ് ആക്രമിക്കലാണോ? ഇതാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഉത്തരേന്ത്യയിൽ ഇതൊക്കെ നടക്കുന്നത്. കേരളത്തിലും ഭരണം കിട്ടാണ്ട് വരെ അവർ ഈ കളി കളിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാല് ഒന്ന് ആലോചിച്ചോട്ടെ എന്താ ഒരു അവസ്ഥ. സംഘപരിവാറെ നീ ഈ ക്രിസ്ത്യാനികളെയൊക്കെ ആക്രമിക്കാൻ നോക്കുമ്പോൾ നീ ഒരു കാര്യം ആലോചിക്കണം. കേരളത്തിൽ 90% വരുന്ന നഴ്സുമാറും ആതുര സേവന രംഗത്തുള്ള മാലാകമാറും ക്രൈസ്തവരാണ്. ഒരിക്കലെങ്കിലും ആശുപത്രി കടന്നിട്ടുള്ള അറിയാം അവരുടെ സേവനം എന്താണെന്ന്. അവർ കാശ് വാങ്ങുന്നുണ്ട്, ഓക്കെ, എല്ലാം വാങ്ങുന്നുണ്ട്. എന്നാലും അതൊരു സേവനമാണോ? എത്ര സ്നേഹത്തോടു കൂടിയാണോ അവർ ആ സേവനം ചെയ്യുന്നത്? ഇനി സംഘപരിവാറെ നീയൊക്കെ രാഖിയും കെട്ടി ആശുപത്രി കിടക്കുമ്പോൾ നിന്റെ കുണ്ടിക്കണ്ടല്ല, രാഖി കെട്ടിയവന്റെ കുണ്ടിക്ക് നല്ല വണ്ണമുള്ള ഇഞ്ചക്ഷൻ തന്നെ ആ നഴ്സുമാർ വെക്ക് നോക്കിക്കോ. നിനക്കല്ല അങ്ങനത്തെ നല്ല വണ്ണമുള്ള നല്ല ഇമാരി വണ്ണമുള്ള ഇഞ്ചക്ഷൻ തന്നെ കൊടുക്കണ സിസ്റ്റർമാർ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല വരാം. ഇവിടെ പിന്നെ ജില്ലാ ആശുപത്രികളിലൊക്കെ ഇടക്കുണ്ട് പോയി കഴിഞ്ഞാൽ ബൈബിളെല്ലാം കൊണ്ടുതരുന്ന ആൾക്കാരുണ്ട്. അവർ കൊണ്ടു തന്നോട്ടെ, നിനക്ക് വേണമെങ്കിൽ വാങ്ങുക, വേണ്ടെങ്കിൽ വാങ്ങണ്ട. അവർ നിന്റെ കയ്യിൽ ഇങ്ങനെ മുറക്കി പിടിക്കുന്നുണ്ടാ. ഇത് വാങ്ങിയേ പറ്റും, നീ എന്റെ മതത്തിലേക്ക് വരാൻ പാടില്ലെന്ന് പറയുന്നുണ്ടാ. ഇവിടെ ഇന്നലെ ജോൺ ബുട്ടാസിന്റെ പാർലമെന്റിലെ പ്രസംഗം കേട്ടിനോടോ. നിങ്ങളെ മന്ത്രിമാരിൽ സംഘപരിവാറിന്റെ മന്ത്രിമാരിൽ 90% ആൾക്കാർ പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളുകളാണോ? എന്നിട്ട് അവരൊക്കെ മതം മാറിയാം. അവർക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുത്തിനി, സംഘികളായിട്ട് പോലും വിദ്യാഭ്യാസം കൊടുത്തിനി. അതാലേക്കണ്ട, ആ വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു കാര്യമില്ലാണ്ടായി പോയി. അവര് മതം മാറിയിട്ടൊന്നുമില്ല. ഈ കേരളത്തിന്റെ എത്ര ക്രൈസ്തവ സ്കൂളുകളുണ്ടോ അവിടെയൊക്കെ പോകുന്നില്ലേ? നിങ്ങളൊക്കെ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ഏതൊക്കെ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയിട്ട് ഫുഡ് അടിക്കുന്നുണ്ടോ? ഉളുപ്പില്ലാത്ത സംഖ്യകളെ എത്ര മുസ്ലിങ്ങളെ വീട്ടിൽ പോയിട്ട് ഫുഡ് അടിക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പം വന്നിട്ട് ചീത്ത വിളിക്കുന്ന ആരികൾ. ഗൾഫ് രാജ്യങ്ങളിൽ എത്രമാത്രം സംഖ്യകൾ ജോലി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഗൾഫ് രാജ്യത്തെ കുറ്റം പറഞ്ഞ സംഖ്യകൾ ഗൾഫിൽ ഇരുന്നുകൊണ്ടാണ് ഈ സംഖ്യകൾ കുറ്റം പറഞ്ഞത്. ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് ഇന്നലെ തന്നെ കണ്ട ചലച്ചിത്ര അവാർഡ് ആർക്കാ കൊടുത്ത്? കേരള സ്റ്റോറിക്ക്. എന്തിന് കേരളത്തെ കുറ്റം പറഞ്ഞുകൊണ്ട്? വോട്ടറോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു സിനിമക്ക് ഒരു ക്വാളിറ്റി കൊണ്ടോ. ആ സിനിമ അവാർഡ് കൊടുത്ത ടീമുണ്ടല്ലോ, കേരളത്തിലെ സീരിയലുകൾ കാണണം. കേരളത്തിലെ സീരിയലുകൾ വരെ നിങ്ങൾ ഈ പറഞ്ഞ കേരള സ്റ്റോറിനെയും കാട്ടും നിലവാരമുള്ളതാണ്. അത്രമാത്രം നിലവാരമില്ലാത്ത കഥ പോട്ട് മലയാളികളെ കുറ്റം പറഞ്ഞാണെങ്കിലും എന്തെങ്കിലും ഒരു നിലവാരമില്ലാത്തൊരു കേരള സ്റ്റോറി നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട. കേരളത്തെ കുറ്റം പറയുന്നത് കൊണ്ട് മാത്രം അവാർഡ് കൊടുക്കുന്ന അവസ്ഥ വന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേരളം സംഘപരിവാറിനെയും അതിജീവിക്കും. നമ്മൾ ഒരുപാട് ദുരന്തങ്ങൾ അതിജീവിച്ചതാണ്. ആ അതിജീവനത്തിൽ ഒരു ദുരന്തം കൂടി വരാൻ പോകുന്നുണ്ട് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് സംഘപരിവാർ എന്ന ദുരന്തത്തെയും കേരളം അതിജീവിക്കും. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സൂലാൻ.